നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിനെ തകർക്കുന്ന UDF BJP കൂട്ടുകെട്ടിനെതിരെ CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ധനാവിലെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച സമരം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്, അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ശങ്കരനാരായണൻ, വത്സല ബാബു, വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KA മനോഹരൻ, P ഗോപിനാഥൻ, VN ഉണ്ണികൃഷ്ണൻ, KU സർഗൻ, PN ലക്ഷ്മണൻ, ജോമോൻ കോക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സരള വിക്രമൻ, ശ്രീജ ഉണ്ണികൃഷ്ണൻ, KK ശിവൻകുട്ടി, PS മനു, CPIM ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ KP ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ശതമാനത്തിനും മധ്യേ ഉണ്ടാകേണ്ടതാണ്. ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആസ്തി ബാധ്യത റേഷ്യോ -6% എന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ നമ്മളുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ നിക്ഷേപകരുടെ വിശ്വാസത്തെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മാംശങ്ങളോടെ പരിശോധിച്ച് ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഓഡിറ്റ് വിഭാഗം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ട് RBI ഫ്രീസ് ചെയ്ത ഈ ബാങ്കിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കള്ളക്കളികളും ചരടുവലികളും പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ ജനകീയ ആവശ്യമാണ് എന്ന് തന്നെയാണ് CPIMന് പറയാനുള്ളത്. ഇരിങ്ങാലക്കുട SNBS സംരക്ഷണ സമിതി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി SNBS ഭരണസമിതി അംഗങ്ങൾ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ, സെക്രട്ടറി MK വിശ്വംഭരൻ എന്നിവർ ആരോപണങ്ങൾ നിഷേധിച്ചത്. സമാജം ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വധഭീഷണി അടക്കം മുഴക്കിയ സാഹചര്യത്തിൽ വരണാധികാരി ആവശ്യപ്പെട്ടതിനാലാണ് സമാജം ഭരണസമിതി തെരഞ്ഞെടുപ്പിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത്. സമാജത്തിന്റെ നിയമാവലി അനുസരിച്ച് അംഗത്വത്തിന് അപേക്ഷിച്ചവർക്കെല്ലാം അംഗത്വം നൽകിയിട്ടുള്ളതാണ്. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ശ്മശാനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് എല്ലാ വർഷവും പൊതുയോഗത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ കണക്കുകൾ സർക്കാർ ഏജൻസികളിൽ സമർപ്പിച്ച് വരുന്നതുമാണ്. പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ അഭ്യർത്ഥന മാനിച്ച് അഷ്ടമംഗല പ്രശ്നം നടത്തിയാണ് ഷഷ്ഠി ആഘോഷങ്ങളിൽ പുനഃക്രമീകരണം നടത്തിയിട്ടുള്ളത്. SNBSന് കീഴിലുള്ള ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലും പുല്ലൂർ സ്കൂളിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത് സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റാൻ കഴിഞ്ഞു. വസ്തുതകൾ ഇതായിരിക്കെ സംരക്ഷണ സമിതിയുടെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് ഇരുവരും പറഞ്ഞു. SNBS ട്രഷറർ വേണു തോട്ടുങ്ങൽ, വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായ ദിനേശ് എളന്തോളി, കുട്ടപ്പൻ കണ്ണാങ്കുളം, വിജു കുറ്റിക്കൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുകയും കോടതികളിൽ നിന്ന് നീതി ലഭിക്കാതെ ഹൈക്കോർട്ടിൽ വരെ ടുഡേ എന്ന് പറയുന്ന അതിൽ പോയിട്ട് പോലും ഇത് സ്റ്റോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുമാത്രമല്ല, സമാധാനപരമായിട്ട് ഇലക്ഷൻ നടക്കില്ല എന്നൊരു കുപ്രചരണം അഴിച്ചുവിടുകയും വരുന്ന ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആളുകൾ മാത്രം വരികയും ഞങ്ങളുടെ ആളുകളൊക്കെ പേടിച്ച് ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു ഭീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് സമാജം ഭാരവാഹികൾ എന്ന നിലയിൽ ക്രമസമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് സമാജം ഭരിക്കുന്ന പ്രസിഡന്റിൻ്റെയും കമ്മിറ്റിയുടെയും മറ്റ് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചത്. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അതാണ് എനിക്ക് ആ വിഷയമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് അംഗത്വ സംബന്ധമായിട്ടുള്ള വിഷയം ഇപ്പോൾ വളരെ സജീവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള വിഷയമാണ്. ഈ അംഗത്വ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഈ റൂൾസ് ആൻഡ് ബൈലോസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ 5ാമത്തെ റൂള് പറയുന്നത് ശ്രീനാരായണ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഏവർക്കും
പ്രായപൂർത്തി തികഞ്ഞവരുമായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അംഗങ്ങളായി ചേരാവുന്നതാണ്. എന്നാൽ തന്നെ അംഗമായി ചേർക്കണമെന്ന് ആർക്കും അവകാശപ്പെടാവുന്നതല്ല. ഇത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓരോ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലും നമ്മൾ അംഗത്വം കൊടുക്കുന്നുണ്ട്. ആ അംഗത്വം കൊടുക്കുന്ന സമയത്ത് 15 കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ആ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സഹായവും നമ്മൾ തേടാറുണ്ട്. കാരണം ഇവർ ഈ ശ്രീനാരായണ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണോ, അമ്പലവുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളാണോ, അവരുടെ മറ്റു ബന്ധങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാ വർഷവും നമ്മൾ കൃത്യമായിട്ട് അംഗത്വം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഈ പൊതുയോഗങ്ങളിൽ വന്നിട്ട് അംഗത്വം കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓഫീസിൽ നേരിട്ട് വന്ന് എനിക്കൊരു അംഗത്വം തരണമെന്നൊരു അപേക്ഷിച്ച ഒരാൾക്ക് ഞങ്ങൾ ഇതുവരെ അംഗത്വം നിഷേധിച്ചിട്ടില്ല. അവിടെ അങ്ങനെ ഒരു അപേക്ഷ നമുക്ക് കിട്ടിയിട്ടില്ല. അവർ വരണം, വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നല്ല നമ്മൾ പറയുന്നത്. അത് നമ്മൾ പരിശോധിച്ച് കമ്മിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കണം വേണ്ടത്. 0480 കലാ സാംസ്കാരിക സംഘടനയുടെ വാർഷികാഘോഷത്തിന് തുടക്കമായി. രാസലഹരി മുക്ത ക്യാമ്പയിനിന്റെ ഭാഗമായി സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ശാന്തം നാട്യ നടന വേദിയിൽ നടന്ന ഗുരുവന്ദനവും വാർഷികാഘോഷവും മുൻമന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാനിലയം പരമേശ്വരൻ, കലാനിലയം ഉണ്ണികൃഷ്ണൻ, കലാനിലയം ഗോപി, പി കൃഷ്ണനുണ്ണി എന്നിവരെ ആദരിച്ചു. റഷീദ് കാർളം, സജീവ് കുമാർ കല്ലട, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, സോണിയാഗിരി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സർവതോഭദ്രം അവതരിപ്പിച്ച കീചകവധം കഥകളി അരങ്ങേറി. വിജയകരമായ നിലയിൽ കഴിഞ്ഞ വർഷം എല്ലാ വീടുകളിലും പൂക്കളങ്ങൾ തീർത്തുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള മെസ്സേജ് ആ പൂക്കളങ്ങളോടൊപ്പം വിനിമയം ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായ പരിപാടിയാണ് 0480 നടത്തിയത്. ഈ വർഷവും സമാനമായ നിലയിലുള്ള നല്ല വൈവിധ്യപൂർണമായ പരിപാടികളോടെ ലഹരിക്കെതിരായിട്ടുള്ള ആശയങ്ങൾ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകൾക്ക് വേദി സൃഷ്ടിക്കാനുമൊക്കെ ഒരേ സമയം സാധ്യമാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ്. വളരെ മാതൃകാപരമായ നിലയിൽ കഥകളിയുടെ കേദാരഭൂമി എന്ന് വിളിക്കാവുന്ന ഉണ്ണായി വാര്യരുടെ നാടായിട്ടുള്ള ഇരിങ്ങാലക്കുടയിൽ ഇത്തവണത്തെ 0480 വാർഷികത്തിന് തുടക്കം കുറിക്കുന്നത് കഥകളിയുടെ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന കലാകാരന്മാരെ ആദരിച്ചുകൊണ്ടാണ് എന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഇരിങ്ങാലക്കുട അറിയപ്പെടുന്നത് തന്നെ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും എല്ലാം ഈറ്റില്ലം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കണ്ണിൽ ചേർക്കാനുള്ളത് കലാരംഗത്തെയാണെങ്കിൽ കഥകളിയുടെ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ആരംഭിക്കുന്നു. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. കാട്ടൂർ പൊഞ്ഞനം പൂമരച്ചോട്ടിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. TCV ഇരിങ്ങാലക്കുട ലേഖകനും പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റുമായ കാട്ടൂർ സ്വദേശി ചിറമേൽ രാഗേഷിനാണ് പരിക്കേറ്റത്. രാഗേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുന്നിലേക്ക് തെരുവുനായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞായിരുന്നു അപകടം. അപകടത്തിൽ തോളലിന് പരിക്കേറ്റ രാഗേഷിനെ കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട BSNൽ നിന്നും വിരമിച്ച നെല്ലായി വയലൂർ സ്വദേശി കൈപ്പിള്ളി വീട്ടിൽ അയ്യപ്പൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സരോജ ഭാര്യയും അജിത്ത്, അഭിത്ത് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.